ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈല ഷെരീഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, നമുക്ക് ഡിന്നറായിട്ട് ഇത് കഴിക്കാവുന്ന അത്ര സോഫ്റ്റായിട്ടൊരു ബെറോട്ടയുടെ റെസിപ്പിയാണ്. ഞാനൊരു കപ്പ് ചോറ് കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അത്ര സോഫ്റ്റാണ്. ബെറോട്ടയുടെ ടേസ്റ്റ് ആണെങ്കിലും ബെറോട്ട ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് തയ്യാറാക്കാം. അത്ര സോഫ്റ്റാണ്. കറിയുടെ ഒന്നും ആവശ്യമില്ല. കറി ഇല്ലെങ്കിൽ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചോറാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് ചോറിന് അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ച് ഇത് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടുന്ന ഒരു ബൗളെടുത്ത് 2 കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് മൈദ മാവിനാണ് 1 കപ്പ് ചോറ്. കപ്പ് അളവില്ലെങ്കിൽ നിങ്ങൾ ഗ്ലാസ്സിൽ അടന്നെടുത്താലും മതി. പിന്നെ ഇരട്ടി അളവ് വേണമെന്നുണ്ടെങ്കിൽ ഈ ചോറും ഇരട്ടിയാക്കി 4 കപ്പ് മൈദ ആക്കിയാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലുമാണ് ചേർത്തിരിക്കുന്നത്. അത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നേരത്തെ ഇത് അരച്ച് വെച്ച ചോറും വെള്ളവും കൂടി ചേർത്ത് അരച്ച് മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. വേറെ അഡീഷണൽ വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാവുന്നതാണ്. ആദ്യം ഒന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ചപ്പാത്തി മാവിൻ്റെ കുഴച്ചിനെക്കാട്ടി സോഫ്റ്റായിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. നമുക്കൊരു കൗണ്ടർ ടോപ്പിൽ അല്പം മാവിട്ട് അവിടെ ഇട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നമുക്ക് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായി ചപ്പാത്തി മാവ് കുഴയ്ക്ക് നമുക്ക് തന്നെ സോഫ്റ്റായിട്ട് ഇത് കുഴച്ച് എടുക്കുക. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ മാവ് കുഴയ്ക്കാനെടുത്ത ആ ബൗളിൽ തന്നെ അല്പം എണ്ണ തടവിയിട്ട് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും അല്പം എണ്ണ തടവി കൊടുക്കുക, ഡ്രൈ ആവാതിരിക്കാനാണ്. എന്നിട്ടൊരു നനഞ്ഞ ടവൽ വെച്ചോ ക്ലിംഗ് ബാക്ക് വെച്ചോ അടച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതായത് 10 മിനിറ്റിന് ശേഷം എടുത്തതാണ്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു കൗണ്ടർ ടോപ്പിലിട്ട് അല്പം മാവ് ഇട്ടിട്ട് നമുക്കത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു ചപ്പാത്തിക്ക് എടുക്കുന്ന മാവിൽ നിന്ന് അല്പം കൂടെ വലിപ്പം മതി. ഞാനിപ്പോൾ എടുത്ത ഇത്തിരി അല്പം വലിപ്പം കൂടുതലാണ്. നിങ്ങളതനുസരിച്ച് എടുത്താൽ മതി. ഇത് അകത്തോട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കിത് റൗണ്ടിന് ഉരുട്ടിയെടുക്കാം. എല്ലാം ഇതേപോലെ അകത്തോട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ബെറോട്ടയ്ക്കൊക്കെ മാവ് എടുത്ത് വയ്ക്കുന്ന കണക്ക് ഉരുട്ടിയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അതേപോലെ എനിക്ക് 6 പീസ് കിട്ടിയിട്ടുണ്ട്. 6 ബോളാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ഇനി ഇത് ഒന്ന് പരത്തിയെടുക്കാം. എത്രത്തോളം തിന്നാക്കാൻ പറ്റും അത്രയും നൈസായിട്ട് തന്നെ ഇത് പരത്തിയെടുക്കണം. നമുക്ക് ബെറോട്ടയ്ക്ക് അടിക്കുക, വീശി അടിക്കുക ഒന്നും വേണ്ട. ഇതേപോലെ നന്നായിട്ട് നൈസാക്കി പരത്തിയെടുക്കണം. അതിൻ്റെ മുകളിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അല്പം സൺഫ്ലവർ ഓയിൽ എന്നിട്ട് അതിൻ്റെ മുകളിൽ അല്പം മൈദ മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ പകുതിയിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് മടക്കി വയ്ക്കുക. അതിന് മുകളിൽ അല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അല്പം മൈദ മാവൂടെ സ്പ്രെഡ് ചെയ്ത് തിരിച്ച് അതിൻ്റെ പുറത്ത് മടക്കി വെച്ച് ഇതേപോലെ തന്നെ ബ്രഷ് ചെയ്ത് കൊടുത്ത് മൈദ മാവൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് ഇതുപോലെ മടക്കി സ്ക്വയർ പോലെ മടക്കി എടുക്കുക. ഇതേപോലെ മടക്കിയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അതേപോലെ എല്ലാം നമുക്കിതേപോലെ പരത്തിയെടുത്ത് മടക്കി വയ്ക്കാം.
നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതേപോലെ എല്ലാം ഇതേപോലെ തയ്യാറാക്കുമ്പോൾ മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ചുട്ടെടുക്കാം. അത് ചുടുന്നതിന് മുമ്പ് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കണം. അല്പം എണ്ണ അത് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് ബെറോട്ട ചുടുന്ന കണക്ക് എണ്ണയാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. ഇതിൻ്റെ മുകളിലും അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ബ്രഷ് ചെയ്ത് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചുട്ടെടുക്കാൻ. നല്ല ടേസ്റ്റും സോഫ്റ്റുമാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പൊറോട്ടയിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ട, നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ഈസി അടിക്കുക ഒന്നും വേണ്ട. പൊറോട്ടയുടെ അതിൻ്റെ ഒരു പണിയില്ല ഇതുണ്ടാക്കാൻ. പൊറോട്ടയ്ക്ക് എന്ത് ബുദ്ധിമുട്ടാണ് അടിക്കുക, ഈസി അടിക്കണം, എന്ത് ബുദ്ധിമുട്ടാണ്. ഇതൊന്നും അങ്ങനെയൊന്നും ഒരു പാടുമില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ എല്ലാം ഇതുപോലെ ചുട്ടെടുക്കുക. കറി ഇല്ലെങ്കിലും കഴിക്കാം, അത്ര ടേസ്റ്റിയാണ്. ഇതേപോലെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ലെയർ പോലെ നമുക്ക് എത്ര ലെയറായിട്ട് മാറ്റിയെടുക്കാം. അത്ര സോഫ്റ്റുമാണ്, ടേസ്റ്റിയാണ്. നിങ്ങൾ കഴിവതും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ല സോഫ്റ്റാണ്, അത്രയും. ഒരു കൈ കൊണ്ട് തന്നെ നമുക്കിത് തിരിച്ചെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.